ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 8 തിങ്കൾ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. നമ്മൾ ഇതിനു മുമ്പ് ധ്യാനിച്ചിട്ടുള്ള ഭാഗമാണ്. ബ്ലസ് 364 തന്നെ ഇത് വ്യാഖ്യാനിച്ച് നൽകിയിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് വ്യാഖ്യാനത്തിലേക്ക് പോകാതെ എന്ന് വെച്ചാൽ ഒരാശയം എടുത്ത് ഒത്തിരി വിശദീകരിക്കാൻ ശ്രമിക്കാതെ ഈ ഭാഗത്തെ മുഴുവൻ എടുത്ത്, ഈ നറേഷനെ മുഴുവൻ എടുത്ത് അതിനെ ഒരു 5 പോയിൻ്റായിട്ട് തിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് നടക്കാം. എന്നോടൊപ്പം സാധിക്കുന്നവരൊക്കെ ബൈബിൾ എടുത്ത് ഈ വ്യാഖ്യാനം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിൻ്റ്, ഈശോ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഉടനെ അന്വേഷിക്കേണ്ടത്, എന്തുകൊണ്ട് കേസറിയ ഫിലിപ്പിയിലെത്തിയപ്പോൾ ചോദിച്ചു? ഗലീലിയിലുണ്ടായിരുന്നല്ലോ, കഫർനാമിലുണ്ടായിരുന്നല്ലോ, അവിടെ വെച്ചൊന്നും ചോദിക്കാതെ വൈ ദിസ് പർട്ടിക്കുലർ കേസറിയ ഫിലിപ്പി? അതിൻ്റെ കാരണം, കേസറിയ ഫിലിപ്പി പട്ടണത്തെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ്. കേട്ട് മനസ്സിലാക്കിയത് ഒന്നുകൂടെ ഒന്ന് പൊടിതൊട്ടി എടുക്കുക. ഇനി ഇതിനു മുമ്പ് കേട്ടില്ലാത്തവർ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക. ഹെറോദോസിൻ്റെ, ഏത് ഹെറോദോസ്? ഈശോയെ വിധിച്ച ഹെറോദോസ് അല്ല, 2 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൽപ്പനയിട്ട ഹെറോദോസ് ഇല്ലേ? ആ ഹെറോദോസ് മരിച്ചായിരുന്നല്ലോ. അപ്പോഴല്ലേ അവർ ഈജിപ്തിൽ നിന്ന് തിരിച്ചു പോരാൻ തീരുമാനിച്ചത്. പക്ഷേ ഹെറോദോസിൻ്റെ മകൻ ഭരിക്കുന്നു. ഹെറോദോസിന് 3 മക്കൾ. അതിലൊരാളാണ് ഫിലിപ്പ്. അദ്ദേഹം പിന്നെ ദേശം ഭരിച്ചു. ആ ഫിലിപ്പ് എന്ന ആ രാജാവ്, അദ്ദേഹം ഒരു പട്ടണം റിനോവേറ്റ് ചെയ്ത പട്ടണം ആരുടെ പേരിൽ വെച്ചു? റോമൻ ഭരണാധികാരിയായ സീസറിൻ്റെ പേരിലും ഒപ്പം തൻ്റെ പേരും കൂടെ ചേർത്ത് ആ പട്ടണത്തെ അദ്ദേഹം റീനെയിം ചെയ്തു. അങ്ങനെ പണിയപ്പെട്ട പട്ടണമാണ് കേസറിയ ഈസ് സീസർ ഫിലിപ്പ്, കേസറിയ ഫിലിപ്പി പട്ടണം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പശ്ചാത്തലം, ഒരാൾ സ്വന്തം പേര് എല്ലാ കാലത്തേക്കും മാഞ്ഞു പോകാതിരിക്കാൻ പണി കഴിപ്പിച്ചൊരു പട്ടണം, റോമ സാമ്രാജ്യത്തിന് കീഴിലായതുകൊണ്ട് തന്നെ റോമൻ ദേവന്മാരുടെയൊക്കെ വലിയ പടുകൂറ്റൻ വിഗ്രഹങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട നഗരം. റോമൻ ഗ്രീക്ക് ദേവങ്ങളുടെയൊക്കെ പ്രത്യേകത ഭയങ്കര ഇങ്ങനെ ആചാന ബാഹുക്കളായ മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കുന്ന ഭയങ്കര ഇങ്ങനെ ശക്തരെന്ന് തോന്നൽ ഉണ്ടാക്കുന്ന ദേവന്മാരുടെ പ്രതിമകളാണ് മുഴുവൻ പണിത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ നടുത്തളത്തിൽ നിന്നുകൊണ്ടായിരിക്കണം, അതിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് യേശു ചോദിച്ചത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്ന് വെച്ചാൽ നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ ഈ വിജാതീയ ദേവന്മാരുടെ അത്ര ആകാര സൗഷ്ഠവമോ വലിയ പ്രതാപമോ ഒന്നുമില്ലാത്ത ഒരു പക്ഷേ ഒരു സാധാരണ മനുഷ്യനായ ഒരു 10-32 വയസ്സുള്ള ഇവനെ നോക്കിയിട്ട് എങ്ങനെ ഇവൻ ദൈവമാണെന്ന് പറയും? പ്രലോഭനം ഇപ്പുറത്ത് ഭയങ്കരമാണ്. ഇതൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ചായാനുള്ള പ്രലോഭനമുണ്ട്. ആ പ്രലോഭനങ്ങളുടെ നടുക്ക് നിന്ന് വേണം വിശ്വാസം പ്രഖ്യാപിക്കാൻ. അതുകൊണ്ടാണ് ഈശോ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നത്. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പം നമ്മൾ ജീവിക്കുന്ന ലോകവും ഏകദേശം ഒരു കേസറിയ ഫിലിപ്പിയാണെന്ന് മനസ്സിലാക്കണം. ചാഞ്ഞും ചെരിഞ്ഞും പോകാനുള്ള സാധ്യതകളും പ്രലോഭനങ്ങളും ഏറെയുള്ളൊരു കാലത്തും ഒരു ദേശത്തുമൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ മധ്യേ നിന്ന് ഏറ്റുപറയുന്ന വിശ്വാസത്തിന് വലിയ വിലയുണ്ട്. അതുതന്നെയാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലാക്കുക. രണ്ടാമത്, അപ്പോൾ ഉടനെ ശിഷ്യന്മാർ പറയാൻ തുടങ്ങി. സ്നാപയോഹന്നാൻ എന്ന് പറയുന്നു, ഏലിയ എന്ന് പറയുന്നു, ചിലർ ഇനി ജെറമിയ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്ത് ചെയ്തു? അത്തരം ഉത്തരങ്ങളെയൊക്കെ സൈഡിലേക്ക് അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് ഈശോ ചോദ്യമുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഐ എം എക്സ്പെക്റ്റിംഗ് എ വെരി പേഴ്സണൽ ആൻസർ. എത്ര കാലം നിങ്ങൾ അവർ പറഞ്ഞതും ഇവർ പറഞ്ഞതും ആവർത്തിച്ചു കൊണ്ടിരിക്കും? നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. എത്ര കാലം നമുക്ക് കേട്ട പ്രഭാഷണങ്ങളിൽ നിന്ന്, പ്രബോധനങ്ങളിൽ നിന്ന് അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ. അതിനപ്പുറത്ത് ഒരു ദിവസം നമുക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് വേണ്ടേ? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമസ് ലീഹ വിളിച്ചതുപോലെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ ഡിഫൈൻ ചെയ്യാൻ, കർത്താവിനെ ഏറ്റുപറയാൻ നമുക്കൊരു വിശ്വാസ പ്രഖ്യാപനം ഉണ്ടാകണ്ടേ? അതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഇവരും പറയുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. വെരി പേഴ്സണൽ ചോദ്യമാണത്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ ഒരുങ്ങണം. അപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങി, ശരിയാണല്ലോ, അവർ പറഞ്ഞതൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ അനുഭവിച്ചത് വെച്ച് ഞങ്ങൾ കണ്ടത് വെച്ച് പറയണമല്ലോ. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ശരിയായ ഉത്തരം വന്നത്. അല്ലെങ്കിൽ എല്ലാ കാലവും
ഇവരും പറഞ്ഞുകൊണ്ടിരുന്നതിനെ ജെറമിയ, ഏലിയ, സ്നാപക യോഹന്നാൻ എന്ന്. മൂന്നാമത്തെ ഘട്ടമെത്തിയപ്പോൾ എന്ത് പറയുന്നു? പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പം അതിനൊടുക്കം, ആ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒടുക്കം ഈശോ പത്രോസിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്ന മൂന്നാമത്തെ കാര്യം. ഒന്നാമത്തെ എന്തായിരുന്നു? കേസറിയ ഫിലിപ്പി. 2, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എ വെരി പേഴ്സണൽ ക്വസ്റ്റ്യൻ. മൂന്നാമത്തത്, ഈ വിശ്വാസ പ്രഖ്യാപനം പത്രോസ് നടത്തി കഴിയുമ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടിയുണ്ട്. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അതായത് ഇത് നീ നിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തിയ ഒന്നാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇത് നീ നിൻ്റെ കഠിന പരിശ്രമങ്ങൾക്കൊടുവിൽ, നിൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിൽ, നിൻ്റെ ദൈവാന്വേഷണങ്ങൾക്കൊടുവിൽ നീ കണ്ടെത്തിയ രഹസ്യമാണെന്ന് വിചാരിക്കരുത്. ഒരിക്കലുമല്ല. സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് നിനക്കിത് മനസ്സിലായത്. അതുതന്നെയാണ് ഈശോ പിന്നീട് പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവ് ആകർഷിച്ചില്ലാതെ ആരും എൻ്റെ അടുക്കൽ വരികയെന്ന്. അതുതന്നെയാണ് പൗലോസ്ലീഹ പിന്നെ ലേഖനത്തിലൂടെ ആവർത്തിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്ന്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആത്മാവ് തന്നെ അവാച്യമായ നെടുവീർപ്പുകളാൽ നമ്മുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ പറയുമ്പോൾ ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നത്, ദൈവിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അത് നമ്മുടെ പരിശ്രമങ്ങളുടെ ഫലമാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അത് ദൈവം ഇടപെടുന്നതാണ്, ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആ തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ ആത്മീയത പോലും അഹങ്കാരമായിട്ട് മാറും. ആ തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ എൻ്റെ ആത്മീയ യാത്ര എൻ്റെ വീഴ്ചയായിട്ട് മാറും. കാരണം ദൈവം തന്നതല്ലാതെ ഒന്നുമില്ലെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ടാണ് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ പാടെ പത്രോസിനോട് ഈശോ പറഞ്ഞു കൊടുത്തത്, യോനായുടെ പുത്രനായ ശിമയോൻ, നീ ഭാഗ്യവാൻ, കാരണം ദൈവം നിനക്കിത് വെളിപ്പെടുത്തന്നല്ലോ. അപ്പോൾ നമ്മൾ എളിമപ്പെട്ട് നിൽക്കണം. കർത്താവേ, നീ വെളിപ്പെടുത്തി തരാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലെന്നുള്ള ഭാവത്തോടെ എളിമയോടെ നിൽക്കണം. മൂന്നാമത്തത്. നാലാമത്തത്, ഇത് കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസ പ്രഖ്യാപനം പത്രോസ് നടത്തി കഴിയുമ്പോൾ ഈശോ പത്രോസിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അതായത് കർത്താവിൻ്റെ തിരുമുമ്പാകെ നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് കഴിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ നിയോഗം നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസ പ്രഖ്യാപന തുടർച്ചയാണ് നമ്മുടെ നിയോഗം. അത് നമ്മൾ കൃത്യം കാണുന്നത് പൗരോഹിത്യ സ്വീകരണത്തിലൊക്കെയാണ്. പൗരോഹിത്യ സ്വീകരണത്തിൽ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് മെത്രാൻ്റെ, സ്ലീഹന്മാരുടെ പ്രതിനിധിയായ മെത്രാൻ്റെ മുമ്പിൽ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോഴല്ലേ ഈ വലിയ ദൗത്യം, ഈ ശംശാനയുടെ മേൽ കർത്താവ് ഭരമേൽപ്പിക്കുന്നത്. നമ്മൾ ഓരോ തവണയും കർത്താവിൻ്റെ മുമ്പിൽ അവൻ്റെ അപ്രമാദിത്വത്തെ, അവൻ്റെ അധികാരത്തെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ ജീവിക്കേണ്ട നിയോഗങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എന്താ കാര്യം? ആ വിശ്വാസത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ടാണ് നീ ജീവിതം ജീവിക്കേണ്ടത്. പത്രോസിനോട് വലിയ നിയോഗം ഭരമേൽപ്പിക്കുകയാണ്. നീ പാറയാണ്, നിൻ്റെ പാറമേൽ, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ സ്ഥാപിക്കും. നാലാമത്തെ കാര്യം. അഞ്ചാമത്, ഇത്രയും കഴിഞ്ഞില്ല, ഈ എപ്പിസോഡെല്ലാം കഴിഞ്ഞിട്ട് ഒടുക്കം കർത്താവ് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? പത്രോസെ, നീ ഇത് മനസ്സിലാക്കി കളഞ്ഞല്ലോ, ബാക്കിയുള്ളവന്മാരും കേട്ടല്ലോ, ഇനിയിപ്പോൾ പോയി എല്ലാവരോടൊക്കെ പറഞ്ഞോണം, നിങ്ങൾ ഈ മനസ്സിലാക്കിയ കാര്യം പോയി എല്ലാവരോടും പറഞ്ഞോണം. പക്ഷെ ഒടുക്കം ഈശോ പറഞ്ഞേൽപ്പിക്കുന്ന കാര്യം 20-ാമത്തെ വാക്യം, അനന്തരം അവൻ താൻ മിശിഹായാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അവിടെ നമുക്ക് കല്ല് കടിക്കും. ചേട്ടാ, അതെന്താ അങ്ങനെ? ഇത് നല്ലൊരു എപ്പിസോഡായിരുന്നല്ലോ, അതിൻ്റെ അവസാനം കൊണ്ടുവന്ന് കർത്താവ് എന്തിനാണ് ഇതിനെങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നത്? ആരോടും പറയരുത്. നിങ്ങൾ ആ വാക്ക് ഇതിനും പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പേരാണ് മെസ്സിയാനിക് സീക്രട്ട്. മെസ്സിയാനിക് സീക്രട്ട്, മിശിഹാനിക രഹസ്യം. എന്താ കാര്യം? ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു താൻ ദൈവമാണെന്ന്, താൻ ദൈവത്തിൻ്റെ മിശിഹായാണെന്ന് ചുറ്റുമുള്ളവർ ലോകമറിയേണ്ടത് എപ്പോഴാണ്? അത് കുരിശുമരണത്തോടെയാണ്. കുരിശുമരണത്തിൻ്റെ ഒടുക്കം ശതാധിപൻ്റെ പ്രഖ്യാപനമില്ലേ, ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു. അവിടെയാണ് മെസ്സിയാനിക് സീക്രട്ട്, മിശിഹാനിക രഹസ്യം വെളിപ്പെടേണ്ടതെന്ന് കർത്താവിന് നിർബന്ധമുണ്ടായിരുന്നു. എന്നെ ദൈവമായിട്ട് ജനം ഏറ്റുപറയേണ്ടത് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ല, പിന്നെയോ കുരിശുമരണം കണ്ടിട്ട്, ആ സഹനം കണ്ടിട്ട്, ആ ബലി കണ്ടിട്ടായിരിക്കണമെന്ന് കർത്താവിന് നിർബന്ധമുണ്ടായിരുന്നു. ആ നിർബന്ധമാണ്, ആ സ്നേഹശാഠ്യമാണ് ഓരോ തവണയും കർത്താവ് ആവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇതാരോടും പറയരുത്,
ഇതാരോടും പറയരുത്. മെസ്സിയാനിക് സീക്രട്ട്. അപ്പം 5 കാര്യങ്ങൾ നമ്മൾ ഈ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ നിന്ന് ഒന്ന് ഓടിച്ച് മനസ്സിലാക്കിപ്പോയ 5 കാര്യങ്ങൾ. ഒന്നാമത്തത്, കേസറിയ ഫിലിപ്പിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, എന്തുകൊണ്ട് അവിടെ വെച്ച് കർത്താവ് ഈ ചോദ്യം ചോദിച്ചു. 2, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പേഴ്സണൽ എക്സ്പീരിയൻസ് വേണം. നമ്മളോടും ആവർത്തിക്കുന്ന ചോദ്യമാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. 3, എപ്പോഴും ഓർക്കണേ, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് ദൈവം തന്നെയാണ്. നമ്മുടെ അന്വേഷണത്തിൻ്റെ ഫലമല്ല, നമ്മുടെ എഫേർട്ടിൻ്റെ ഫലമല്ല. അങ്ങനെ വിചാരിച്ചാൽ ഒരു പ്രൈഡ് അറിയാണ്ട് നമ്മുടെ തലയിൽ കയറും. ഇതെല്ലാം ദാനം, കർത്താവ് ദാനമായി തന്ന രഹസ്യങ്ങളാണിതെന്ന് മനസ്സിലാക്കണം. 4, വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പിന്നാലെയാണ് ദൗത്യം ഭരമേൽപ്പിക്കുന്നത്, നിയോഗം വെളിപ്പെട്ട് കിട്ടുന്നത്. ഒടുക്കം മെസ്സിയാനിക് സീക്രട്ട്, ഈശോ ദൈവമാണെന്ന്, അവൻ മിശിഹായാണെന്ന് എല്ലാവരും അറിയേണ്ടത് എപ്പോഴാണ്? കുരിശ് കണ്ടിട്ടാണ്. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിന്നെ ഏറ്റുപറയുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട നിന്നെ തിരിച്ചറിഞ്ഞ് ആ വിശ്വാസം ഏറ്റുപറയുവാൻ, അത് ഏറ്റുപറച്ചിലിൻ്റെ ഒടുക്കം നീ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്ന നിയോഗങ്ങൾ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.